നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന കോൺഗ്രസ് എംപിമാരുടെ പ്രതികരണത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി. എംപിമാരുടെ പ്രതികരണങ്ങൾ ഉചിതമായില്ലെന്ന് താരിഖ് അൻവർ പറഞ്ഞു. തരൂർ അഭിപ്രായം പറയേണ്ടത് ഹൈക്കമാൻഡിനോടാണ്. സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കാൻ നടപടിക്രമങ്ങളുണ്ടെന്ന് താരിഖ് അൻവർ ഓർമ്മിപ്പിച്ചു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റില്ല എന്നും താരിഖ് അൻവർ വ്യക്തമാക്കി. What we have decided, actually we are going for our plenary session in February, and I think our Bharat Jodo Yatra is also going to conclude on 30th of this month. So only after that we will see, and the already membership drive already over, and PCC election is over, so we will see. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അടക്കം ആരെ എന്നതിലുള്ള വലിയ ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോൾ ഹൈക്കമാൻഡ് അതിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അടുത്ത് വരാനിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ എംപിമാരായിട്ടുള്ള നേതാക്കളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത തവണ മത്സരിക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും പരസ്യമായി പ്രഖ്യാപിച്ചു. അതായത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട്. ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായ AICC ജനറൽ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇത് ശരിയായ ഒരു പ്രവണതയല്ല എന്നാണ് നേതൃത്വ നിലപാട്. ഇന്ന് KPCCയുടെ ഭാരവാഹി യോഗം ചേരുമ്പോഴും അവിടെയും ഈ വിഷയത്തിൽ വിമർശനം ഉയർന്നു വരും. മാത്രമല്ല, ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണെന്ന പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്ന ഒരു മാധ്യമ അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. അതിലും അതൃപ്തിയുണ്ട്. തരൂർ പറയേണ്ടത് അവിടെയല്ല, നേതൃത്വം ഹൈക്കമാൻഡാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിന് ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിനൊക്കെ ഒരു നടപടിക്രമമുണ്ട്, മാനദണ്ഡമുണ്ട്. അവിടെയാണ് അത് കടന്ന് മാത്രമേ ആളുകൾക്ക് വരാൻ കഴിയൂ. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ പാടില്ല എന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ താരിഖ് അൻവർ നൽകുന്നത്. ഏതായാലും കോൺഗ്രസിലെ നിലവിലെ പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് പുതിയൊരു വിഷയം കൂടി വരികയാണ്. അതെ അരുൺ, ഞാൻ അരുണിലേക്ക് മടങ്ങിയെത്താം. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അഡ്വക്കേറ്റ് A ജയശങ്കർ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. A ജയശങ്കർ, ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇവിടെയുള്ള കോൺഗ്രസുകാരുടെ വേവലാതി, അല്ലെങ്കിൽ നേതാക്കളുടെ വേവലാതി. താൻ മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെ ആർക്ക് വേണമെങ്കിലും അത് പറയാമെന്നൊക്കെയാണ് ഹൈബിയുടെ ഇന്നത്തെ പ്രതികരണം വന്നിരിക്കുന്നത്. അതേസമയം ഹൈക്കമാൻഡിന് വലിയ പ്രതിഷേധമുണ്ട്. അതിൽ ഇത്തരത്തിൽ പറയേണ്ട കാര്യങ്ങൾ ശശി തരൂർ അടക്കം പറയേണ്ടത് ഹൈക്കമാൻഡിനോടാണെന്നും പരസ്യ പ്രസ്താവനകൾ ഉപേക്ഷിക്കണമെന്നുമാണ് ഹൈക്കമാൻഡ് പറയുന്നത്. താങ്കളുടെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ? ഹൈക്കമാൻഡിന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. താരിഖ് അൻവർ പറഞ്ഞ അഭിപ്രായത്തോട് 100% യോജിക്കുന്നു. ഇതൊന്നും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ അല്ല. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് ആണ് പാർട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല, 2031 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പോലും ചർച്ച ചെയ്യുകയും അഭിപ്രായം പറയുകയും പരസ്യമായി അച്ചടക്ക ലംഘനം നടത്തുകയും ഓരോ തവണ ഇതുപോലെ നേതൃത്വത്തിന്റെ വിലക്ക് വരുമ്പോഴും അതൊക്കെ ലംഘിക്കുകയും ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം, പൈതൃകം എന്നുള്ളത് കൊണ്ട്. താരിഖ് അൻവർ പറഞ്ഞ അഭിപ്രായമാണ് ശരിയെങ്കിൽ പോലും ഇത് ആര് വിചാരിച്ചാലും തടയാൻ പറ്റുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ ജയശങ്കർ, ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇതിനു മുമ്പൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടിട്ടുണ്ട്, വിജയത്തിലാണെങ്കിലുമൊക്കെ. അപ്പോഴും ഈ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി നേതാക്കൾ ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെടുന്നത്, അതും ഇത്രയും നേരത്തെ ഒരു ചർച്ച പോലും നടക്കുന്നതിന് മുമ്പേ പരസ്യ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്കൊക്കെ വരുന്നത്, അത് എത്രത്തോളം പാർട്ടിക്ക് ദോഷം ചെയ്യും? അല്ല, പാർട്ടിക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുമെന്ന് മാത്രമല്ല, ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തന്നെ ഈ വിഴുപ്പലക്കൽ കണ്ട് മനം മടുത്ത് ഇതിന്റെ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്ത് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ അധികാരം കിട്ടാനൊക്കെ മുമ്പ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല, കേന്ദ്രത്തിൽ ഭരണം എങ്ങനെ തിരിച്ചു പിടിക്കാന്നുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ പാർട്ടിയുടെ നില എങ്ങനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ചോ അല്ല ഇവർക്ക് വേവലാതി. ഇവരെ സംബന്ധിച്ചിടത്തോളം 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFന് അബദ്ധവശാൽ എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ ആര് ധനകാര്യമന്ത്രിയാണോ ആര് ആരോഗ്യമന്ത്രിയാണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിക്കും, അവർക്ക് അധികാരം കൈമാറും. ഇപ്പൊ 2021 തന്നെ UDFന് തിരിച്ചടിയുണ്ടായതിന്റെ ഒരു പ്രധാന കാരണം ഈ കൊറോണ പോലെ വലിയ വിപത്ത് ഈ രാജ്യത്ത് ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് UDFന്റെ അധികാരം ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും?
അവരെ വീണ്ടും ഗ്രൂപ്പ് തിരിഞ്ഞ് ആടി നടക്കും ഇല്ലേ? കൊറോണയെ അല്ല കോവിഡിനെ പ്രതിരോധിക്കാൻ പോകും. അത് ഗ്രൂപ്പ് തിരിഞ്ഞ് എനിക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടണം, എനിക്ക് വിജിലൻസ് കിട്ടണം, എനിക്ക് മുഖ്യമന്ത്രി ആകണം, എ ഗ്രൂപ്പിന് എത്ര സീറ്റ്, ഐ ഗ്രൂപ്പിന് എത്ര സീറ്റ്, എത്ര നായർക്ക്, എത്ര ക്രിസ്ത്യാനി, എത്ര ഈഴവൻ, എത്ര മുസ്ലിം എന്ന രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ, ആപൽ ഘട്ടത്തിൽ ഇതുപോലെ ഉള്ള ആളുകളെ അധികാരം ഏൽപ്പിച്ച ജനങ്ങളുടെ ജീവനും യാതൊരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. ഇപ്പൊ പിണറായി വിജയന്റെ ഭരണത്തിന് എന്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിലും അദ്ദേഹം തീരുമാനിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ നടക്കും. അപ്പോ ഒരു ആപൽ ഘട്ടത്തിൽ ഒരു ശക്തമായ സർക്കാർ വേണം എന്ന തോന്നലിൽ നിന്നാണ് ജനങ്ങൾ പ്രാണഭയം കൊണ്ടാണ് LDF വോട്ട് ചെയ്യുന്നത്. അല്ലാതെ അവരുടെ ഭരണത്തിന്റെ മേന്മ കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഭരണത്തിന് ഇങ്ങനെ ഒരു മേന്മയുണ്ട്. 2016 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ അല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ ഇതേപോലൊരു സംഭവം ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാവും, അല്ലെങ്കിൽ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നു. പുൽവാമ പോലെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ എന്ത് ചെയ്യും? അവർ പാകിസ്ഥാനോട് സമാധാനത്തിന് അഭ്യർത്ഥിക്കാൻ UN പെറ്റീഷൻ കൊടുക്കും. നരേന്ദ്രമോദി ആണെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം തിരിച്ച് അവിടെ കൊണ്ടുപോയി ബോംബിടും. അപ്പൊ തല്ലുന്നവന് തിരിച്ചു ചെല്ലുന്ന സർക്കാരാണ് നമുക്ക് വേണ്ടത്. ശക്തമായ ഭരണകൂടം വേണം എന്ന് തോന്നിയുകൊണ്ട് ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും. ഇതല്ലേ സംഭവിച്ചു. അപ്പൊ കോൺഗ്രസിന്റെ ഒരു ബലഹീനത ഇതാണ്. ഒരു അപകടഘട്ടത്തിൽ, ഒരു ആവൽ ഘട്ടത്തിൽ ശക്തമായ തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കില്ല. അവരിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഇതുപോലെ പെറ്റിയായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പൊ ജനങ്ങൾ സ്വാഭാവികമായിട്ട് വെറുക്കും. ജനങ്ങൾ ഇതിനെതിരെ നിൽക്കുന്ന ഏത് പാർട്ടി വെച്ചാൽ ആ പാർട്ടിയെ വോട്ട് ചെയ്ത് ജയിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെ ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല, അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പോലുമല്ല. അവര് പിന്നെ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് ചോദിക്കാതെ കോൺഗ്രസിന് തന്നെ കിട്ടുകയാണെങ്കിൽ അപ്പൊ ആര് മുഖ്യമന്ത്രിയാണ്, ആര് ആഭ്യന്തരമാണ്, ആര് വിജിലൻസ് ആണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ഇവര് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇവരെങ്ങനെ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യും? എന്തൊരു അതിക്രമമാണ് ഇത്! ഇവിടെ മാത്രമല്ലല്ലോ, എല്ലാ സംസ്ഥാനത്തിലും കോൺഗ്രസ്സുകാരുടെ രീതി ഇത് തന്നെയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അവിടെ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിഴുപ്പലക്കൾ ഓർക്കുക. അല്ലെങ്കിൽ കോൺഗ്രസിന് മേൽക്കൈയുള്ള ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അവിടെ ഒരു കാര്യമില്ലാതെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ മാറ്റി ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ വാക്ക് കേട്ട് വേറൊരു മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കുകയും ആ മുഖ്യമന്ത്രി അടക്കം, ആ ക്രിക്കറ്റ് കളിക്കാരനടക്കം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോപ്പിയിടുകയും ചെയ്തു. ഇല്ലേ? ഇതൊക്കെ കണ്ടിട്ടും ഇവര് പഠിക്കുന്നില്ല. അതാണ് ശ്രീ ജയശങ്കർ, മുൻകാല അനുഭവങ്ങളൊന്നും കോൺഗ്രസിലെ നേതാക്കളെ ഒരു പാഠവും പഠിപ്പിച്ചില്ല എന്ന് വേണം നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ എന്ന് കരുതുന്നു. എങ്കിലും ഈ ഒരു ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇതിലൊരു അതൃപ്തി രേഖപ്പെടുത്തുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ഈ നേതാക്കളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താനോ അവരുടെ പ്രവർത്തന ശൈലിക്ക് മാറ്റം വരുത്താനോ ഒക്കെ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഹൈക്കമാൻഡ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള ഹൈക്കമാൻഡ് ഒന്നും അല്ല ഇപ്പോഴത്തെ ഹൈക്കമാൻഡ്. ഇപ്പൊ ഹൈക്കമാൻഡ് പോയിട്ട് ലോ കമാൻഡ് അല്ലെങ്കിൽ നോ കമാൻഡ് ആയിട്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഹൈക്കമാൻഡ് ഒന്നും വിചാരിച്ചാൽ ഒന്നും നടക്കുന്ന എനിക്ക് പ്രതീക്ഷയില്ല. ശരി, വളരെയധികം നന്ദി. അഡ്വക്കേറ്റ് A. ജയശങ്കറാണ് നമ്മളോട് സംസാരിച്ചത്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇന്നിപ്പോൾ നേതൃയോഗം ചേരുകയാണ്. ഏത് രീതിയിലായിരിക്കും അവിടെയുള്ള ചർച്ചകൾ? ഈ സംഭവത്തിൽ, ഈ സ്ഥാനാർത്ഥി മോഹവുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിലുള്ള ചർച്ചകൾ ഏത് രീതിയിലായിരിക്കും അവിടെ മുന്നോട്ട് പോവുക? MPമാരുടെ പ്രതികരണത്തിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നേതൃയോഗങ്ങളിൽ ഇത്തരം പ്രസ്താവനകൾ വിലക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇത് പാർട്ടിക്ക് ഈ ഘട്ടത്തിൽ ഗുണം ചെയ്യില്ല. അതായത് നിലവിൽ ആയിട്ടുള്ളവരാണ് ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം അറിയിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ടുമൊക്കെ രംഗത്ത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനകൾ വിലക്കാനുള്ള സാധ്യത നേതൃയോഗത്തിൽ കൂടുതലാണ്. ഇതിനെതിരെ രൂക്ഷ വിമർശനം ഉയരാനും സാധ്യതയുണ്ട്. എന്തായാലും പരസ്യ ചർച്ചകൾ വിലക്കാനാണല്ലോ ആലോചന. അതിൽ ഒരു നടപടി എന്തെങ്കിലും പ്രതീക്ഷിക്കാം? പ്രത്യേകിച്ച് ശശി തരൂർ അടക്കമുള്ളവരുടെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടതാണ്. അദ്ദേഹവും പറഞ്ഞത് താൻ ഇവിടെ കേരളത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അവർ പറയുമ്പോൾ എങ്ങനെ മത്സരിക്കാതിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ നിൽക്കാതിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ അതിലെന്തെങ്കിലും നടപടി വരാനുള്ള സാധ്യതയോ മറ്റോ ഉണ്ടോ? അത്തരം നടപടി ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ ഇത്തരം പ്രസ്താവനകൾ പാടില്ല എന്ന ഒരു നിർദ്ദേശമാകും നൽകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഹൈക്കമാൻഡ് ഭാഗമായ ജനറൽ സെക്രട്ടറി തന്നെ ഇത്തരമൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇത്തരം പോക്കിലുള്ള കടുത്ത വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ അതുകൂടി പറഞ്ഞുകൊണ്ടാകും സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വവും
ഈ പരസ്യ പ്രസ്താവനകൾ വിലക്കുക. എന്തുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ ഗുണം ചെയ്യില്ല എന്ന ഒരു നിലപാടും നേതൃത്വം പ്രഖ്യാപിച്ചേക്കും. ഏതായാലും പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഇത്തരത്തിൽ തങ്ങളുടെ അഭിപ്രായം. ശരി അരുൺ, ഞാൻ അരുണിലേക്ക് മടങ്ങിയെത്തും. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വപ്നം കാണുകയാണ് പല നേതാക്കളും കോൺഗ്രസിൽ. ഇത് ഗുണം ചെയ്യില്ല എന്ന് ഹൈക്കമാൻഡ് പോലും അഭിപ്രായപ്പെടുമ്പോഴും ഈ ഒരു പരസ്യ പ്രസ്താവന അല്ലെങ്കിൽ പരസ്യമായി മാധ്യമങ്ങളോടക്കം തങ്ങളുടെ ആഗ്രഹം പങ്കുവയ്ക്കുന്ന ആ രീതി ഇപ്പോഴും തുടരുകയാണ്. എന്താണ് താങ്കൾക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്? കെട്ടുറപ്പുള്ളൊരു പാർട്ടിയില് ഇങ്ങനെ വ്യക്തികൾ ഞാൻ മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കും, ഞാൻ ഇത്തവണ ലോക്സഭയിലേക്കല്ല നിയമസഭയിലേക്കാണ് മത്സരിക്കുന്നത് എന്നിങ്ങനെ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരികയില്ല. അതൊന്നും ശരിയല്ല, ശരിയായ നടപടിയല്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് അതിന് നിയോഗിക്കപ്പെട്ട കമ്മിറ്റികള് അല്ലെങ്കിൽ നേതൃത്വം ഒക്കെയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ വ്യക്തികളല്ല, സ്ഥാനാർത്ഥികളല്ല, സ്ഥാനാർത്ഥി മോഹികളല്ല. ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന് അത് ഇടപെടാം. ശക്തമായ ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ഇതുപോലെ വ്യക്തികൾ, സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ നിലവിലുള്ള വിജയിച്ച അംഗം അവരൊന്നും വരികയില്ല. നേതൃത്വം ദുർബലമായതുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും നേതൃയോഗം പുരോഗമിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം ചർച്ചയായി വരുമ്പോൾ എന്താണ് അതിന്റെ ഒരു അവസാന തീരുമാനമെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും.